കെപിസിസി പുനഃസംഘടനയിൽ നിന്ന് അബിൻ വർക്കിയെയും ചാണ്ടിയുമ്മനെയും തഴഞ്ഞതിൽ ഓർത്തഡോക്സ് സഭയ്ക്കും അതൃപ്തി. സഭാംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെയൊക്കെ തഴയാമെന്ന ചിന്തയുണ്ട്. അബിനും ചാണ്ടിയും തങ്ങളുടെ യുവതയാണ്, ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന് കരുതേണ്ടെന്നും ഓർത്തഡോക്സ് സഭ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. ഈ സഭ പലപ്പോഴും പല വിധത്തിലും അവഗണനകൾ നേരിടുന്നുണ്ട്. സഭാംഗങ്ങളോട് അവരേത് സ്ഥാനത്തായിരുന്നാലും അവരെയൊക്കെ തഴയാം, അങ്ങനൊരു ചിന്തയുണ്ട്. മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അബിൻ വർക്കിയും ശ്രീ ചാണ്ടിയുമ്മനുമൊക്കെ ഞങ്ങളുടെ യുവതയാണ്. ജോസി ബോബു ചേരുന്നു. ജോസി, കെപിസിസി പുനഃസംഘടനയിൽ ഓർത്തഡോക്സ് സഭ അവരുടെയും അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്? ധന്യ, കെപിസിസി പുനഃസംഘടനയിൽ ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും ഒഴിവാക്കിയതിൽ കടുത്ത അതൃപ്തിയിലാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വം. ദേവലോകം അരമനയിൽ നടന്ന യുവജന പ്രസ്ഥാനം സമ്മേളനത്തിൽ സഭ ചാണ്ടിയുമ്മൻ ഇതിനിടെ വേദി ഒരുക്കുകയും ചെയ്തു. ഈ വേദിയിൽ വെച്ചാണ് ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനം പ്രസിഡന്റും കുന്നംകുളം ഭദ്രാസനാധിപനുമായ ഗീവർഗീസ് മാർ യൂലിയോസ് ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണം നടത്തിയത്. അബിനും ചാണ്ടിയുമ്മനും സഭയുടെ മക്കളാണ്, ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന് കരുതേണ്ടതും അദ്ദേഹം ഉന്നയിച്ചു. അതേസമയം കെപിസിസി പുനഃസംഘടനയിൽ കഴിഞ്ഞ ദിവസം അതൃപ്തി വ്യക്തമാക്കിയ ചാണ്ടിയുമ്മൻ ഇന്ന് നിലപാട് ഭയപ്പെടുത്തി രംഗത്ത് വന്നു. പാർട്ടി തനിക്കെല്ലാം തന്നു, പാർട്ടിക്കുള്ളിൽ ജാതിയും മതവും ഇല്ല എന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ സഭ അഭിപ്രായം പറയുന്നതിൽ സഭയിൽ ഒരു വിഭാഗത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സംബന്ധിച്ച് വിയോജിപ്പുകൾ പലരും അറിയിക്കുന്നുമുണ്ട്. നേതാക്കളെ സമുദായത്തിന്റെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടാൽ തിരഞ്ഞെടുപ്പുകളിൽ അത് തിരിച്ചടിയാകുമെന്നും ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സഭാ നേതൃത്വം പരസ്യമായി അബിൻ വർക്കിക്കും ചാണ്ടിയുമ്മനും വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.